സൂര്യനിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇവ ഓരോന്നായി ചുരുളഴിയുമ്പോൾ അതിലേറെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുമാണ് നാം പുതുതായി അറിയുന്നത്. അത്തരത്തിൽ സൂര്യനിലെ പായൽ പ്രദേശം അതിൻ്റെ താഴ്ഭാഗത്തുള്ള അന്തരീക്ഷ പാളികളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതവിടുത്തെ താപനിലയിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ചില പഠനങ്ങൾ നടക്കുകയുണ്ടായി. അതാണിപ്പോൾ ഗവേഷക ലോകം വിശദീകരിക്കുന്നത്. എന്നാൽ ഈ പഠനത്തിന് നാസയിലെ ടീമിനെ നയിച്ചത് ഒരു ഇന്ത്യൻ വംശജനാണ് എന്ന കാര്യത്തിൽ നമുക്കും അഭിമാനിക്കാം. ബംഗാൾ സ്വദേശിയായ സൗകിക് ബോസാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത്. 1999 നാസയുടെ ട്രേസ് ദൗത്യം ഇത് സൂര്യനിൽ പ്ലാസ്മയുടെ തിളക്കമുള്ള പാടുകൾ കണ്ടെത്തുന്നു. ഭൂമിയിലെ പച്ചപ്പിനോട് സാമ്യമുള്ളതുകൊണ്ട് ശാസ്ത്രജ്ഞർ ഇതിനെ മോസ് എന്ന് വിളിച്ചു. ചിത്രീകരണത്തിൽ സൂര്യന്റെ ഉപരിതലത്തിൽ ഇരുണ്ട പാടുകളായി കാണപ്പെടുന്ന താഴ്ന്ന താപനില പ്രദേശങ്ങളായ ഒരു കൂട്ടം സൺസ്പോട്ടുകളുടെ ചുറ്റുപാടും മുകളിലും തിളങ്ങുന്ന മോസ് പ്രത്യക്ഷപ്പെടുന്നു. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ ഉയരത്തിൽ പായലിന് ഏകദേശം 1 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനിലയുണ്ട്. അതേസമയം താഴെയുള്ള ഉപരിതലം ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യന്റെ ശരീരത്തിൽ നിന്ന് പായലിലേക്ക് ചൂട് എങ്ങനെ മുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നത് വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു രഹസ്യമാണ്. നാസയുടെ ഹൈ റെസല്യൂഷൻ കൊറോണൽ ഇമേജർ സൗണ്ടിംഗ് റോക്കറ്റ് ഇന്റർഫേസ് റീജിയൻ ഇമേജിംഗ് സ്പെക്ട്രോഗ്രാഫ് ദൗത്യം ഇവയിൽ നിന്നുള്ള പുതിയ കണ്ടെത്തലുകൾ സൂര്യന്റെ മൂസ് പാച്ചുകൾക്ക് പിന്നിലെ സൂപ്പർ ഹീറ്റിംഗ് മെക്കാനിസം മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക സൂചനകൾ നൽകുന്നു. 3D സിമുലേഷനുകൾക്കൊപ്പമുള്ള ഡാറ്റ, കാന്തിക രേഖകളുടെ ഒരു കുരുക്കിനുള്ളിൽ സൂര്യന്റെ ഉപരിതലത്തിലെ വൈദ്യുത പ്രവാഹങ്ങളുടെ ഒഴുക്ക് അതാണ് പായൽ സൃഷ്ടിക്കുന്നത് എന്ന് വെളിപ്പെടുത്തി. ലോക്ഹീഡ് മാർട്ടിൻ സോളാർ ആൻഡ് ആസ്ട്രോഫിസിക്സ് ലബോറട്ടറിയിലെ ഗവേഷക ശാസ്ത്രജ്ഞനായ സൗവിക് ബോസിന്റെ നേതൃത്വത്തിലുള്ള കണ്ടെത്തലുകളായിരുന്നു ഇതിന് വെളിച്ചം വീശിയത്. നാസയുടെ എമേസ് റിസർച്ച് സെന്ററിനൊപ്പം ബേ ഏരിയ എൻവയൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ആഴ്ച നേച്ചർ ആസ്ട്രോണമി ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ഉയർന്ന റെസല്യൂഷനുള്ള നിരീക്ഷണങ്ങൾക്കും വിപുലമായ സഖ്യം അനുകരണങ്ങൾക്കും നന്ദി എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടായി നമ്മെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിഗൂഢതയുടെ ഒരു ഭാഗം കണ്ടെത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നതിൽ അവർ അഭിമാനിക്കുന്നു. എന്നാലും ഇത് ഒരു ഭാഗം മാത്രമാണ്. അത് മുഴുവൻ പ്രശ്നത്തിനും പരിഹാരമാകുന്നില്ല എന്നാണ് ബോസിന്റെ വാക്കുകൾ. സൂര്യനിലെ മോസ് പാച്ചുകൾക്ക് പിന്നിലെ ചൂടാക്കൽ സംവിധാനത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ സൂര്യന്റെ ഘടനയ്ക്കുള്ളിലെ താപ കൈമാറ്റ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വലിയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നു. സൂര്യന്റെ അറിയപ്പെടുന്നതും എന്നാൽ മനസ്സിലാക്കാത്തതുമായ മറ്റൊരു ചലനാത്മകത വിശദീകരിക്കാൻ അവർ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ കൊറോണ അതല്ലെങ്കിൽ ബാഹ്യ അന്തരീക്ഷം അതിന്റെ ഉപരിതലത്തേക്കാൾ 100 കണക്ക് മടങ്ങ് ചൂടാണ്. മോസ് സൂര്യന്റെ 2 അന്തരീക്ഷ പാളികൾക്കിടയിലും അതിന് മുകളിലും രൂപം കൊള്ളുന്നു. കൊമോസ്ഫിയറും കൊറോണയും പായലിന് മുകളിൽ എനർജിയുടെ പ്രശസ്തമായ ലൂപ്പുകളുണ്ട്. കൊറോണൽ ലൂപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന വലിയ പ്ലാസ്മ ഫിലമെന്റുകൾ ചിത്രങ്ങളിൽ സൂര്യനിൽ നിന്ന് ഉദിക്കുന്നത് ദൃശ്യമാണ്. സ്പോഞ്ച് പോലെയുള്ള പായലിന് താഴെ സൂര്യന്റെ ഉപരിതലത്തിൽ സൂര്യകളങ്കങ്ങളുണ്ട്. സൂര്യന്റെ കാന്തിക രേഖകൾ പിണയുന്നത് കാരണം അല്പം താഴ്ന്ന താപനിലയുള്ള സൂര്യന്റെ പ്രദേശങ്ങൾ. കൊറോണൽ ലൂപ്പുകളും മോസും രൂപപ്പെടുത്തുന്നതിലും ചൂടാക്കുന്നതിലും സൂര്യകളങ്കങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വളരെ ശക്തമായ കാന്തിക ക്ഷേത്രങ്ങൾ സൂര്യന്റെ ഉള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഉയരുമ്പോൾ അവ രൂപം കൊള്ളുന്നു. സൂര്യനിൽ ചാർജ് ചെയ്ത കണങ്ങൾ, ചൂടുള്ള വാതകങ്ങൾ, പ്ലാസ്മ എന്നിവ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് അതിന്റെ കാന്തിക രേഖകളിലൂടെ ഒഴുകുന്നു. അത് തുടർച്ചയായി ബാധിക്കുന്നു. ശക്തമായ കാന്തിക ക്ഷേത്രങ്ങൾ സ്വയം അറിയപ്പെടുമ്പോൾ അവ സംവഹനത്തിലൂടെ സൂര്യന്റെ ഉള്ളിൽ നിന്ന് ചൂടുള്ള വാതകങ്ങളുടെ മുകളിലേക്ക് നീങ്ങുന്നത് തടയുന്നു. അങ്ങനെ ചൂട് കുടുങ്ങിക്കിടക്കുന്നു. സൂര്യന്റെ ഉപരിതലത്തിൽ താപനില ചെറുതായി കുറയ്ക്കുകയും ഗ്രഹത്തിന്റെ വലുപ്പത്തിലുള്ള ചെറിയ കുത്തുകൾ അഥവാ സൂര്യകളങ്കങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും സൂര്യനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അതിശയിപ്പിക്കുന്ന വസ്തുതകളാണ് ഒന്നിനു പിറകെ ഒന്നായി നമ്മളെയൊക്കെ തേടിയെത്തുന്നത്. സൗരകളങ്കങ്ങൾക്ക് മുകളിൽ ഇപ്പോഴും കാന്തിക പ്രവാഹത്താൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്ന പായൽ പ്രദേശങ്ങളാണ്. ക്രമരഹിതമായ കാന്തിക രേഖകൾ താപനില ഉയരാൻ കാരണമാകുന്നു. പായലിനെ ഉപരിതലത്തിന്റെ 100 മടങ്ങ് താപനിലയിലേക്ക് ചൂടാക്കുന്നു. ഈ പ്രാദേശികവൽക്കരിച്ച സൂപ്പർ ഹീറ്റിംഗ് സംവിധാനം സൂര്യനെ ചുറ്റുന്ന ഇതിനകം തീപിടിച്ച ചൂടുള്ള കൊറോണയ്ക്ക് പുറമെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.